പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റുന്ന ഒരാളുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ. അയാൾ എന്ത് പ്രവചിച്ചാലും അതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ നടക്കുകയുള്ളൂ എന്നതാണ് കാര്യം. അദ്ദേഹത്തിന്റെ പേരാണ് ഗൗതം ഗംഭീർ. കഴിഞ്ഞ കാലങ്ങളിലായി ഗൗതം ഗംഭീർ നേരിട്ട ഏറ്റവും ട്രോളുകളിൽ പ്രധാനമായിരുന്നു ഈ പ്രവചനം ട്രോൾ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതിയും ട്രോളും ഉണ്ടായതെന്ന് നോക്കാം. പ്രവചിക്കുന്നതെല്ലാം തെറ്റിപ്പോകുന്ന ഗൗതം ഗംഭീർ. 2021 IPL ഫൈനലിന്റെ സമയത്ത് ഏതാണ്ട് മുൻ താരങ്ങളെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സ് കിരീടം നേടുമെന്ന് പ്രവചിച്ചപ്പോൾ ഗൗതം ഗംഭീർ പ്രവചിച്ചത് കൊൽക്കത്തയുടെ വിജയമായിരുന്നു. അതോടുകൂടി തന്നെ ചെന്നൈ ഫാൻസ് വിജയം ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. കാരണം പ്രവചിച്ചിരിക്കുന്നത് ഗൗതം ഗംഭീർ ആണല്ലോ, വിപരീതമേ നടക്കൂ എന്നായിരുന്നു ആ സമയത്തെ ട്രോളുകൾ. കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നു. CSK അന്ന് ചാമ്പ്യന്മാരുമായി. ആ സമയത്ത് നമുക്കറിയാം ധോണിയും ഗംഭീറുമായുള്ള സ്പർദ്ധയൊക്കെ ആ സമയത്ത് ചർച്ചയായിരുന്നു. ഇന്ത്യൻ ടീമിലെ പരസ്യമായ രഹസ്യമാണ് ഇരുവരും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്. ഗംഭീർ നിരവധി തവണ ധോണിക്കെതിരെ ഒളിയമ്പുകളുമായി രംഗത്ത് വന്നിരുന്നു പല കാലങ്ങളിലായി. നേരത്തെ ടീമിലുണ്ടായിരുന്ന കാലത്തും ഗംഭീറും ധോണിയും തമ്മിലുള്ള അസ്വാരസ്യ കഥകൾ ഇതേപോലെ ചർച്ചയായിരുന്നു. എളുപ്പം ജയിക്കാവുന്ന മത്സരങ്ങൾ പോലും അവസാന ഓവറിലേക്ക് എത്തിക്കുന്ന ആ സമയത്തെ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ ശൈലിയെ കളിച്ചിരുന്ന കാലത്ത് തന്നെ വിമർശിച്ചുകൊണ്ട് ഗംഭീർ തന്നെ പല സമയത്തും രംഗത്തെത്തിയിരുന്നു. അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ധോണിക്കെതിരായ വിമർശനങ്ങളുടെ പേരിലും ഏറെ ആരാധക രോഷം ഏറ്റുവാങ്ങേണ്ട ഗതികേട് ഗംഭീറിനുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ട്രോളുകൾക്ക് പിന്നിലും അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടാകാം. ആരാധകർ ഏറെ കാത്തിരുന്ന 2021 T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ ഇന്ത്യൻ ആരാധകരെ കണ്ണീരാഴ്ത്തി പാകിസ്ഥാൻ 10 വിക്കറ്റിന്റെ ജയം നേടിയപ്പോഴും ഗൗതം ഗംഭീറിന്റെ നേർക്കായിരുന്നു കുറച്ചെങ്കിലും ആരാധക രോഷം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ പാകിസ്ഥാൻ 13 പന്ത് ബാക്കി നിർത്തി 10 വിക്കറ്റിന്റെ ജയമാണെന്ന് നേടിയെടുത്തത്. ഇന്ത്യയുടെ പേര് കേട്ട ബാറ്റിംഗ് നിരാതെ ചീട്ടുകൊട്ടാനും പോലെ തകർന്ന പിച്ചിൽ ആ സമയത്ത് അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളുമായി മുഹമ്മദ് റിസ്വാനും ബാബർ അസമും പാകിസ്ഥാനെ ജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനൊപ്പം പാകിസ്ഥാനോട് ആദ്യമായിട്ടായിരുന്നു അന്ന് ഇന്ത്യ ഒരു ലോകകപ്പിൽ തോൽക്കുന്നത്. അതിനുശേഷം കുറച്ചെങ്കിലും ഇന്ത്യൻ ആരാധകർ തോൽവിയുടെ ആ കലിപ്പ് തീർത്തത് ഗൗതം ഗംഭീറിനെ പൊങ്കാലയിട്ടായിരുന്നു. അന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് മുമ്പ് ഇന്ത്യ ജയിക്കുമെന്ന് ഗംഭീർ പ്രവചിച്ചിരുന്നു. മികച്ച താരങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ടെന്നും പാകിസ്ഥാനേക്കാൾ പ്രതിഭകൾ ഇന്ത്യക്കൊപ്പമുണ്ടെന്നും ചരിത്രം ആവർത്തിച്ച് ഇന്ത്യ ജയിക്കുമെന്നുമായിരുന്നു അന്ന് ഗൗതം ഗംഭീർ വിലയിരുത്തിയിരുന്നത്. ആ സമയം തന്നെ ഇതിനെക്കുറിച്ച് ട്രോളുകൾ വരികയും ഗംഭീറിന്റെ പഴയ പ്രവചനങ്ങൾ ഓർത്തുകൊണ്ട് ഇന്ത്യൻ ആരാധകരുടെ ടെൻഷനും പരിവേദനവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എമ്പാടുമുണ്ടായിരുന്നു. ഒടുവിൽ അതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്നു. ഇതോടെയാണ് ഗംഭീറിനെ ട്രോളിക്കൊണ്ട് ആരാധകർ രംഗത്തെത്തിയത്. പ്രവചന സിംഹമാണെന്നും ലോകകപ്പ് കഴിയുന്നതുവരെ ഇന്ത്യയെക്കുറിച്ച് ഒന്നും പറയരുതെന്നും തുടങ്ങി വലിയ ട്രോളുകൾ ഗംഭീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉയർത്തിയിരുന്നുവെന്ന്. ഗംഭീർ ഇന്ത്യ ജയിക്കുമെന്ന് പ്രവചിച്ചപ്പോഴെല്ലാം ഇന്ത്യ തോറ്റുവെന്ന ആരാധകരുടെ കണ്ടെത്തലും ആ സമയത്ത് ഉണ്ടാവുകയുണ്ടായി. നമുക്കറിയാം അതിനു മുമ്പ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലടക്കം ന്യൂസിലാൻഡിനെതിരെയുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലടക്കം ഇന്ത്യ ജയിക്കുമെന്ന ഗംഭീറിന്റെ പ്രവചനം പാളിയിരുന്നു. അതിനൊപ്പം നിരവധിയുണ്ട് ഗംഭീറിന്റെ ഇങ്ങനെ പാഴായ പ്രവചനങ്ങളുടെ കഥ. മുമ്പ് സഞ്ജു സാംസനെ പുകഴ്ത്തി പലപ്പോഴും രംഗത്ത് വരാറുണ്ടായിരുന്ന ഗംഭീറിന്റെ പുകഴ്ത്തലിന്റെ ഫലമാണ് സഞ്ജുവിന് ആ സമയത്ത് ടീമിൽ പോലും ഇടമില്ലാത്തതിന്റെ കാരണമെന്നും ചിലർ തമാശ രൂപേണ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ ആ IPL തന്നെ കൊൽക്കത്തയും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിനിടെ ആ വർഷത്തെ IPL ആ മത്സരത്തിനിടെ ഗംഭീർ രസകരമായ ഒരു പ്രവചനം നടത്തിയിരുന്നു. ആ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനും ഇതിഹാസ താരവുമായ AB ഡിവില്ലിയേഴ്സ് ആയിരിക്കും കൂടുതൽ സിക്സർ അടിക്കുക എന്നായിരുന്നു ഗംഭീറിന്റെ പ്രകടനം കൊൽക്കത്തക്കെതിരായ ആ മത്സരത്തിൽ. എന്നാൽ ആദ്യ പന്തിൽ ഗോൾഡൻ ഡക്കിന് പുറത്താവാനായിരുന്നു ABDയുടെ വിധി. ആന്ധ്ര റസലിന്റെ പന്തിൽ ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു AB ഡിവില്ലിയേഴ്സ്. അതോടെ ABD ഫാൻസിന്റെ ട്രോൾ പതിവ് പോലെ ഗംഭീറിനെതിരെയായിരുന്നു. ഇയാൾ സ്നേഹിച്ചു, പക്ഷെ ദയവ് ചെയ്ത് ഒന്നും പ്രവചിച്ചു കളയരുത്, ഞങ്ങൾക്ക് ജയിക്കണം പ്ലീസ് എന്നൊക്കെയുള്ള അപേക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഫാൻസിന്റെ വക. ഗംഭീർ മുമ്പേ വിരമിച്ചെങ്കിലും ഇപ്പോഴും കൊൽക്കത്തയ്ക്കായി അദൃശ്യനായി T2 വഴി കളിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു ആ സമയത്തെ മറ്റു ട്രോളുകൾ. അങ്ങനെ പ്രവചിക്കുന്നതെല്ലാം തെറ്റായി പോകുന്ന അല്ലെങ്കിൽ തെറ്റായി വന്ന് ഭവിക്കുന്ന ഗംഭീറിനെതിരെയുള്ള ട്രോളുകൾ ആ സമയത്ത് വലിയ ഹിറ്റായിരുന്നു. പക്ഷേ ഈ ട്രോളുകൾക്കപ്പുറം ഇന്ത്യയുടെ ഒരു ഹീറോയാണ് ഗൗതം ഗംഭീർ. അദ്ദേഹത്തിന് നമുക്കറിയാം ലോകകപ്പിൽ മാത്രമല്ല അതിനുശേഷവും അതിനു മുമ്പുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ബാറ്റ് കൊണ്ട് അദ്ദേഹം ഇന്ത്യക്കായി കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ IPL എടുക്കുകയാണെങ്കിൽ 2 കിരീടങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ഗൗതം ഗംഭീർ. അപ്പോൾ ട്രോളുകൾക്കപ്പുറം ഗംഭീർ എന്ന പ്രതിഭ എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിനൊരു മുതൽക്കൂട്ടായിരുന്നു.